ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാക്സിനെ കുറിച്ചിട്ടാണ്. പാക്സ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. പാക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാക്സ് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ 2OAA ആണ്. സെക്ഷൻ 2OAA പാക്സിൻ്റെ സെക്ഷൻ 2OAA. പാക്സിൽ വരുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ വരുന്നത് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക് ഇവയൊക്കെയാണ്. അപ്പോൾ പാക്സിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ വരുന്നത് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക് എന്നിവയൊക്കെയാണ്. അതുപോലെ പാക്സിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വില്ലേജ്, പഞ്ചായത്ത് ഓർ എ മുനിസിപ്പാലിറ്റിയാണ്. വില്ലേജ്, പഞ്ചായത്ത് ഓർ എ മുനിസിപ്പാലിറ്റി. അപ്പോൾ സെക്ഷൻ 2OAAയിലാണ് പാക്സിനെ കുറിച്ച് പറയുന്നത്. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്കുകളൊക്കെയാണ് പാക്സിൽ വരുന്നത്. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വില്ലേജ്, പഞ്ചായത്ത് ഓർ എ മുനിസിപ്പാലിറ്റി ആയിരിക്കും. അതുപോലെ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളൂ. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് മെമ്പർഷിപ്പ് ഉള്ളൂ. പാക്സ് ഇൻ ഇന്ത്യ ഈ സ്റ്റാർട്ടഡ് ആസ് റൈഫസൺ മോഡൽ. ഇന്ത്യയിൽ പാക്സ് ഫോളോ ചെയ്യുന്ന മോഡൽ റൈഫസൺ മോഡൽ ആണ്. ഇന്ത്യയിൽ പാക്സ് ഫോളോ ചെയ്യുന്ന മോഡലുകൾ റൈഫസൺ മോഡലാണ്. ഷോർട്ട് ടൈം ലോൺ ഇൻ പാക്സ് ഈസ് പ്രൊഡക്ഷൻ ക്രെഡിറ്റ്. പാക്സ് കൊടുക്കുന്ന ഷോർട്ട് ടൈം ലോണുകൾ അറിയപ്പെടുന്നത് പ്രൊഡക്ഷൻ ക്രെഡിറ്റ് എന്നാണ്. പാക്സ് കൊടുക്കുന്ന ഷോർട്ട് ടൈം ലോണുകൾ അറിയപ്പെടുന്നത് പ്രൊഡക്ഷൻ ക്രെഡിറ്റ് എന്നാണ്. അതുപോലെ പാക്സ് ഈസ് ലെൻഡിങ് ക്രോപ്പ് ലോൺ ടു ദി ഫാമേഴ്സ് ഇൻ കേരള. കേരളത്തിൽ ക്രോപ്പ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പാക്സ് ആണ്. കേരളത്തിൽ ക്രോപ്പ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പാക്സിലാണ്. പാക്സ് ഫോളോഡ് ഡബിൾ ലോക്ക് സിസ്റ്റം. എന്താണ് ഡബിൾ ലോക്ക് സിസ്റ്റം? നമുക്കറിയാം, ക്യാഷിൻ്റെ ചാവി സെക്രട്ടറിയും ക്യാഷറും സൂക്ഷിക്കുന്നതിനാണ് ഡബിൾ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. പാക്സിൽ ഡബിൾ ലോക്ക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദ ഡെപ്പോസിറ്റ് ഫിക്സഡ് ബൈ രജിസ്ട്രാർ. പാക്സിൽ ഡെപ്പോസിറ്റുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും രജിസ്ട്രാർ ആയിരിക്കും. അപ്പോൾ പാക്സ് ഫോളോ ചെയ്യുന്നതാണ് ഡബിൾ ലോക്ക് സിസ്റ്റം. അതുപോലെ പാക്സിലെ ഡെപ്പോസിറ്റുകൾക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ പാക്സ്. പാക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ പാക്സ്. പാക്സ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ പാക്സിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ലോൺ എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ ആണ്. സേഫസ്റ്റ് ലോൺ ഫോർ പാക്സ് ഗോൾഡ് ലോൺ. ഇനി പാക്സിലെ മെമ്പർഷിപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 3 തരത്തിലുള്ള മെമ്പർഷിപ്പാണ് പാക്സിനുള്ളത്. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്. അതിൽ എ ക്ലാസ് ഹു റിസൈഡ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതായത് ആ പാക്സിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വരുന്ന ആൾക്കാരായിരിക്കും എന്താ എ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബി ക്ലാസ് മെമ്പേഴ്സ് എപ്പോഴും ഗവൺമെന്റ് അല്ലെങ്കിൽ അതർ സൊസൈറ്റീസ് ആയിരിക്കും. സി ക്ലാസ് മെമ്പേഴ്സ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ എ ക്ലാസ് മെമ്പേഴ്സ് ഹു റിസൈഡ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ബി ക്ലാസ് മെമ്പേഴ്സ് ഗവൺമെന്റ് ആൻഡ് അതർ സൊസൈറ്റീസ്, സി ക്ലാസ് മെമ്പേഴ്സ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ്. നെക്സ്റ്റ്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ലാൻഡ് രജിസ്റ്റർ ആർ മെയിൻറ്റൈൻഡ് ബൈ പാക്സ്. പാക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും ലാൻഡ് രജിസ്റ്ററും. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും ലാൻഡ് രജിസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാക്സ് ആണ്. പാക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറിയാണ്. പാക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറിയാണ്. അതുപോലെ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പ്രസിഡന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ ഹെഡ് പ്രസിഡന്റുമായിരിക്കും. അതുപോലെ പാക്സ് ഫേസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഓവർ ഡ്യൂ ആണ്. അതായത് ലോൺ കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാത്തതാണ് പാക്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ ഡ്യൂ ആണ്. അപ്പോൾ പാക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് പാക്സ്. സെക്ഷൻ 2OAAയിലാണ് പാക്സിനെ കുറിച്ച് പറയുന്നത്. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആയിരിക്കും. 18 വയസ്സിന് മുകളിൽ ഏജ് ഉള്ളവർക്കാണ് ഇതിന്റെ മെമ്പർഷിപ്പ് ഉള്ളത്.
ഇന്ത്യയിൽ പാക്സ് ഫോളോ ചെയ്യുന്നത് റൈഫസൻ മോഡലാണ്. പാക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് ടൈം ലോണുകളെ പ്രൊഡക്ഷൻ ക്രെഡിറ്റ് എന്ന് പറയുന്നു. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ക്രോപ്പ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പാക്സ് ആണ്. പാക്സ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡബിൾ ലോക്ക് സിസ്റ്റം. ഡെപ്പോസിറ്റുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. അതുപോലെ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് പാക്സ് ആണെന്ന് പറഞ്ഞു. പാക്സിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ലോൺ ഗോൾഡ് ലോൺ ആണ്. പിന്നെ പാക്സിൽ 3 ടൈപ്പിൽ മെമ്പർഷിപ്പ് ഉണ്ട്. എ ക്ലാസ് മെമ്പർഷിപ്പ്, ബി ക്ലാസ് മെമ്പർഷിപ്പ്, സി ക്ലാസ് മെമ്പർഷിപ്പ്. അതുപോലെ പാക്സിൽ മെയിൻറ്റെയിൻ ചെയ്തതാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ലാൻഡ് രജിസ്റ്റർ. പാക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സെക്രട്ടറി. പാക്സിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഹെഡാണ് പ്രസിഡന്റ്. പാക്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഓവർ ഡ്യൂ.